എന്താ ഇവന്റെ പേര്? കുട്ടിക്കൃഷ്ണൻ. ആറാമൻ കുട്ടിക്കൃഷ്ണൻ. നല്ല തലയെടുപ്പുണ്ട്, പക്ഷെ തീറ്റയുടെ പോരായ്മ കാണുന്നുണ്ട്. നാരായണ, ശ്രദ്ധ വേണം എല്ലാറ്റിനും, പ്രത്യേകിച്ച് ഇവന്റെ കാര്യത്തിൽ. ആനപ്പന്തിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. നാടയാനെ എന്താ അന്വേഷിച്ചോ പണിക്കരെ? അന്വേഷിച്ചു. കേട്ടതൊക്കെ സത്യമാണോ? അവിടുന്ന് ക്ഷമിക്കണം, എല്ലാം സത്യമാണ്. എന്താ അവളുടെ പേര്? ഗംഗ. ദാസിപ്പെണ്ണിന്റെ മകളോടാ നിന്റെ ശൃംഗാരം? കോലായിലേക്ക് വരിക. ഭഗവതി, ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക? ഞാൻ പോണു. ഗംഗ പേടിക്കണ്ട, അച്ഛൻ അറിഞ്ഞ നന്നായി. എത്ര കാലം എന്ന് വെച്ചാ ഇത് മറച്ചു വെക്കുക. എല്ലാം അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റിയ അവസരം ഇത്. ഇത്രയ്ക്ക് ധിക്കാരമോ നിനക്ക്? അച്ഛൻ പൊറുക്കണം. കുറെ ദിവസമായി അച്ഛനോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഏത് കാര്യം? ഗംഗയുടെ കാര്യം തന്നെ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും അടുത്തുപോയി. ഓലോത്തെ തമ്പ്രാക്കന്മാർ സുന്ദരികളായ പെൺകുട്ടികളോട് അടുപ്പം കാണിക്കുന്ന കാര്യം അത്ര പുത്രിയൊന്നുമല്ല. പക്ഷേ അതൊരു അടുപ്പം മാത്രമാ. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആവശ്യം കഴിഞ്ഞൊരു തീണ്ടാപ്പാടകലെ എന്ന തമ്പുരാക്കന്മാരുടെ ശൈലി എനിക്ക് പറ്റില്ല. ദേവൻ കുഞ്ഞ് ആരോടാ സംസാരിക്കുന്ന കാര്യം മറക്കുന്നു. എന്റെ അച്ഛനോട് തന്നെ. ദാസി പെണ്ണാണെങ്കിലും ഇവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നോളാ. ഞാൻ ഈ കേട്ടത് സത്യമാണോ കുട്ടി? അതെ. നിനക്ക് ഓരോത്തെ കൊച്ചു തമ്പുരാട്ടിയാണോ മലടി? അവളെ തല്ലരുത്. അടിച്ചോളൂ. വാതിൽ തുറക്കാം. പഠിക്കണേ, വാതിൽ തുറക്കാം. ഗംഗ ഒന്നും ചെയ്യരുത്. വാതിൽ തുറക്കാം. അച്ഛാ, അവിടെ ഒന്നും ചെയ്യരുത്. വാതിൽ തുറക്കാം. വെള്ളം തെളിച്ചിട്ടും ഗംഗയ്ക്ക് ബോധം തെളിയണില്ല. മരിച്ചു എന്നാ തോന്നണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മരണപ്പെട്ടു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യുക? ചിത ഒരുക്കി അങ്ങോട്ട് ദയിപ്പിക്ക, അത്ര തന്നെ. അവിടുന്ന് പൊറുക്കണം. ഗംഗയുടെ അമ്മയ്ക്ക് കുട്ടിയുടെ മുഖം ഒന്നുകൂടെ കാണണമെന്ന്. വേണ്ട, ശവത്തിന്റെ മുഖം കണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് അങ്ങനെ ചെന്ന് പറയാ. ചെന്ന് പറയണ അവളോട്. വേഗം വിറകടിക്ക് തീ കൊടുക്കണോ പഠിക്കണേ. വെള്ളം വെള്ളം വെള്ളം. തമ്പുരാനെ മരിച്ചിട്ടില്ല. വൈദ്യരടുത്തേക്ക് എടുക്കണോ? നാളെ നിൽക്കണ. പഠിക്കണേ, തീ കൊടുക്കണോ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതം ഒന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കുന്നില്ലോട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ? ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ? കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞുതരാലോ. നമ്മുടെ അടിച്ചെളിക്കാരി മീനാക്ഷിയാ. യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം.
മനഃശക്തി വേണടാ, മനഃശക്തി. ഓ മനഃശക്തി സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആനാന്ന് പറഞ്ഞോ? അല്ല അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഏ? 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 മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്തു ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ. ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ? ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ, അപ്പൊ മീനാക്ഷിയല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ. അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാന് വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. ദേ, സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം. ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ, ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കൽ എന്നെ ജീവനോടെ ചിതയിൽ വെച്ച് കൊന്നതാ. എന്തു പറ്റി അമ്മാവ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്തു പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷെ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും. ചതിച്ചോ ഭഗവതി? പണിക്കരെ, ഉടനെ മേപ്പാടുന്ന വരുത്തുക.
എഴുന്നേൽക്കുക. ആ. ഭക്തയേ തേജോദീപ്തേ ശക്തിഹസ്തായ സൂര്യപാർശ്വദേ നമഃ. ഭഗവാനെ ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കണു. ആവാഹിച്ച് ബന്ധനസ്ഥയാക്കിയ ദുരാത്മാവ് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കണു. വരുന്ന വഴിക്ക് നോമുള്ള സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും ബ്രഹ്മചര്യം ലംഘിച്ചോ? ഇല്ല. വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തിയോ? കണ്ടില്ലേ, ജപിച്ചു കെട്ടി ഏലസ് പോലും നഷ്ടപ്പെടുത്തിയിരിക്കണു. കൈയിങ്ങട് നീട്ടുക. ജീവൻ തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഈ കുടുംബത്തിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ മേപ്പാടിനെ പറ്റൂ. തമ്പുരാട്ടിക്കറിയില്ലേ, അവളത്ര നിസ്സാരക്കാരിയല്ല. ഗർഭിണിയായിരിക്കുമ്പോ ജീവനോടെ വെന്തരിഞ്ഞവളാ. ലോകത്തൊരു മാന്ത്രികനും പെട്ടെന്ന് അവളെ ആവാഹിക്കാൻ പറ്റില്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ഹോമങ്ങളും ചെയ്ത് കരുത്താർജിച്ചാണ് അന്ന് അവളെ നോം ആവാഹനം ചെയ്തത്. വീണ്ടും ആ കരുത്ത് നേടേണ്ടിയിരിക്കണോ? ഇല്ലെങ്കിൽ നമ്മെ പോലും അവൾ അപകടപ്പെടുത്തിയിരിക്കും. തൽക്കാലം എല്ലാവരും കരുതിയിരിക്കുക. ജപിച്ചു കെട്ടിയ ഏലസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കടുത്ത ബ്രഹ്മചര്യവും കർമ്മങ്ങളും കർശനമായി പാലിക്കുക. പരസ്ത്രീകളുടെ സാമീപ്യം ബ്രഹ്മചര്യ ലംഘനാവോ? എന്താ സ്ത്രീ സാമീപ്യം വേണമെന്ന് കൃഷ്ണൻ തമ്പുരാൻ വല്ല മോഹം ഉദിച്ചോ? ഏയ് അങ്ങനൊന്നുമില്ല, അറിഞ്ഞിരിക്കാം. ഈ തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരാവാസികളായ 3 ആന്തരികളും കർശനമായി ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. യക്ഷി എന്നെയാ നോട്ടിട്ടിരിക്കണേ. വല്ല ദാസ്യപ്പെണ്ണിന്റെ രൂപത്തിലും ഇനിയും അവള് വന്നാലോ? എന്നെ രക്ഷിക്കണം. പേടിക്കണ്ട. അതിനാണ് മന്ത്രം ജപിച്ച് നാം ഏലസ് തന്നിരിക്കുന്നത്. അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ വേണ്ടി വന്നാൽ സ്പർശിക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ ഏലസ് ഉള്ളിടത്തോളം കാലം നിങ്ങളെ ദുർമരണത്തിലേക്ക് നയിക്കുവാൻ അവളെ കൊണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിക്കില്ല. എനിക്ക്